എനിക്ക് എത്രയോ വർഷങ്ങൾ ഞാൻ പുറകോട്ട് പോയെന്ന് തോന്നുകയാണ്. വേദിയിലെ പ്രിയപ്പെട്ടവരെയും ബഹുമാന്യരെയും മുമ്പിലിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട മുഖങ്ങളെല്ലാം സാക്ഷിയാക്കിക്കൊണ്ട് ഞാൻ ആ ദിവസം എൻ്റെ കുട്ടിക്കാലത്ത് കേശവദേവിനെ കണ്ട ആ ദിവസം ഓർമ്മിക്കുകയാണ്. കേശവദേവ് എന്ന മനുഷ്യൻ ഒരു ദിവസം ഞങ്ങൾ വഴുതക്കാട്ട് വാടക വീട്ടിൽ താമസിക്കുന്ന ആ കാലത്ത് ഉച്ചയ്ക്ക് കയറി വന്നു. എൻ്റെ അച്ഛൻ താനോ വാടോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സ്വീകരിച്ചു. ഞങ്ങൾ കുട്ടികൾ, എൻ്റെ ചേച്ചി ദേവകുമാരിയും ഞാനും ഒക്കെ നോക്കി നിൽക്കുകയാണ്. ഇത് മനസ്സിലായില്ലേ കേശവദേവ്. എൻ്റെ അമ്മയും അപ്പോഴേക്ക് വന്നു. ഞാനിങ്ങനെ മറഞ്ഞ് പുറകിൽ നിന്ന് അദ്ദേഹത്തെ ആദ്യമായി കണ്ടു. അപ്പോൾ ഇതാണ് കേശവദേവ്. കഷണ്ടി തലയും ഉറക്കെയുള്ള പൊട്ടിച്ചിരിയും ഇരുണ്ട നിവർന്ന ആ നിൽപ്പും തിളങ്ങുന്ന കണ്ണുകളും ഉറക്കെയുള്ള പൊട്ടിച്ചിരിയും അതൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നു. അതിൽ പിന്നെ എത്രയോ വട്ടം എൻ്റെ വീട്ടിൽ തന്നെ അദ്ദേഹം വന്ന് എൻ്റെ അച്ഛൻ്റെ അടുക്കലിരുന്ന് രാഷ്ട്രീയവും സാഹിത്യവുമൊക്കെ ചർച്ച ചെയ്യുന്നത് കണ്ടു നിന്നിട്ടുണ്ട്, കേട്ട് നിന്നിട്ടുണ്ട്. അടുക്കൽ പോയിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ചായയോ വല്ലതും കൊണ്ട് കൊടുക്കാൻ പോയി കാണുമെന്നല്ലാതെ അന്നത്ര കൊച്ചുകുട്ടിയായതുകൊണ്ടോ മാറി നിൽക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ടോ ഒന്നും അദ്ദേഹത്തിനോട് പരിചയപ്പെടാനോ ഒന്ന് സംസാരിക്കാനോ സാധിച്ചിട്ടില്ല. ചായ കൊണ്ടുപോവാ എന്നൊക്കെ അദ്ദേഹം തന്നെ കൽപ്പിക്കും. അച്ഛൻ പറയുന്നതിന് മുമ്പ് എന്തെങ്കിലും കുടിക്കാൻ കൊണ്ടുപോവാ എന്ന് നോക്കി നിൽക്കുന്ന ഞങ്ങൾ കുട്ടികളെ വിളിച്ച് പറയും. അത്രയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ആ ഒരു ദിവസം അദ്ദേഹത്തെ ആദ്യമായിട്ട് കണ്ടതും ഇതാണ് കേശവദേവ് എന്ന് അച്ഛൻ പറഞ്ഞതും പെട്ടെന്ന് ഞാനിങ്ങനെ ആ ഒരു ദിവസത്തേക്ക് എൻ്റെ മനസ്സ് പുറകോട്ട് പോയി. ഞാൻ ആലോചിക്കുകയാണ്, ഒരു ഇടിവെട്ട് പോലെയാണ് കേശവദേവിൻ്റെ ശബ്ദം ഈ മലയാള സാഹിത്യാന്തരീക്ഷത്തിൽ വന്ന് മുഴങ്ങിയത്. ഒരു ഇടിവെട്ടിൻ്റെ പ്രതീതി തന്നെയായിരുന്നു. എന്തൊക്കെയാണ് ഈ മനുഷ്യൻ പറയുന്നത്? ആരെയൊക്കെ പറ്റിയാണ് ഈ എഴുതുന്നത്? ഞാൻ സാഹിത്യപറയനാണ് എന്ന് അന്നത്തെ ഏറ്റവും വലിയ എഴുത്തുകാരുടെ മുമ്പിൽ നിന്ന് പ്രഖ്യാപിച്ച ആ മനുഷ്യൻ. അപ്പോഴേക്ക് ഞങ്ങളൊക്കെ ഇതൊക്കെ വളർന്നു, ഇതൊക്കെ ധാരാളം വായിച്ചു. ഏറ്റവും അധികം മനസ്സിനെ വേദനിപ്പിച്ചത് പപ്പു രക്ഷയും വലിച്ചു പോകുന്ന ആ പോക്കും അകന്നകന്ന് പോകുന്ന ആ ചുമയുടെ ശബ്ദവും ഒരിക്കലും അത് മനസ്സിൽ നിന്ന് അന്നും പോയിട്ടില്ല, ഇന്നും പോയിട്ടില്ല. ഇപ്പോഴും കേശവദേവ് എന്ന ആ പേര് കേൾക്കുമ്പോൾ ആ ഒരു ചുമയുടെ ശബ്ദം, രാജശേഖരൻ പറഞ്ഞ പോലെ അകന്നകന്ന് പോകുന്ന ആ ഒരു ചുമയുടെ ശബ്ദം, അതാണ് മനസ്സിൽ മുഴങ്ങി കേൾക്കുന്നത്. അവരൊക്കെ വീരന്മാരായിരുന്നു, ധീരന്മാരായിരുന്നു. അവർക്കൊന്നും ഈ ഇടയ്ക്ക് മതിലുകളില്ലായിരുന്നു. നമുക്കിന്നുള്ളത് എന്താണ് എന്ന് ഞാനിന്ന് ഓർമ്മിച്ച് പോവുകയാണ്. നമ്മൾ ആരെയൊക്കെ പേടിക്കുന്നു, നമ്മൾ എന്തിനെയൊക്കെ ഭയപ്പെടുന്നു. എല്ലാറ്റിനെയും ഭയമാണ്, മിണ്ടാൻ ഭയമാണ്. ഇത് ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെ ഇങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. തല ഉയർത്തിപ്പിടിച്ചു നിന്ന് സത്യങ്ങൾ തുറന്നു പറയുവാനുള്ള ധൈര്യം നമ്മുടെ നാട്ടുകാർക്കുണ്ടാവണം. കേശവദേവ് എന്ന മഹാനായ എഴുത്തുകാരൻ നമ്മെ പഠിപ്പിച്ച അതാണ്. ആ സാഹിത്യ സൃഷ്ടികളുടെ ചാരുതയെപ്പറ്റിയോ അതിൻ്റെ ധീരതയെപ്പറ്റിയോ അതിൻ്റെ മുഴക്കത്തെപ്പറ്റിയോ ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ ആശയങ്ങളെപ്പറ്റി. ഇന്ന് നമ്മൾ അന്നത്തെ ആ 44, 47, 50 ആ വർഷങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു നൂറ്റാണ്ട് പുറകോട്ട് പോയിരിക്കുകയാണ്. മുമ്പോട്ട് പോയോയെന്ന് ചോദിച്ചാൽ ഇല്ല, പുറകോട്ട് പോയിരിക്കുകയാണ്. ഒരുപാട് മെട്രോ പാതകളും വിമാനത്താവളങ്ങളും ഷോപ്പിംഗ് മാളുകളും സ്വർണ്ണാഭരണ കടകളും എല്ലാം ഉണ്ടായി. ഇഷ്ടംപോലെ ബാറുകളുണ്ടായി, അതെല്ലാം തുറന്നു കൊടുത്തു. ഇഷ്ടംപോലെ കുടിച്ചോളാൻ പറഞ്ഞു, ഇഷ്ടംപോലെ കയ്യേറിക്കൊള്ളാൻ പറഞ്ഞു, ഇഷ്ടംപോലെ കയ്യേറി എന്ത് വേണമെങ്കിൽ മുടിച്ചോളാൻ പറഞ്ഞു.
ഒരു കുരിശ് നാട്ടിയാൽ അവിടെ പവിത്രമായി. ഏത് കൊള്ള മുതലിൻ്റെ മുകളിലും ഒരു കുരിശ് നാട്ടാനുള്ള ധൈര്യം വന്നു നമുക്ക്. ഇപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിൽ ഞാൻ ഈയിടെ ആരോ വന്നപ്പോൾ ചോദിച്ചു, എൻ്റെ തൊട്ടടുക്കൽ കുറച്ച് ഭൂമി ഒഴിഞ്ഞ് കിടപ്പുണ്ട്, എൻ്റെ മേശപ്പുറത്തൊരു സരസ്വതി വിഗ്രഹമുണ്ട്, അതവിടെ കൊണ്ടുവച്ചൊരു വിളക്കം കൊളുത്തിയാൽ അതെൻ്റേതാകുമോ? ഇതാരാണ് ഈ ധൈര്യം കൊടുത്തത്? വളരെ വർഷമായി ഇവിടെ ജനാധിപത്യമാണ്. നമ്മൾ 44 ദേവെന്ന ആ കരുത്തനായ മനുഷ്യൻ എഴുതിയ വാക്കുകൾക്കപ്പുറം ഒരു തീക്കനൽ പോലെയുള്ള, തീജ്വാല പോലുള്ള വാക്കുകൾ ഇന്ന് എന്തുകൊണ്ടാണ് ഉയർന്ന് കേൾക്കാത്തത്? മതി, മതത്തിൻ്റെ പേരിലുള്ള ഈ അനാവശ്യങ്ങൾ മതി, മതത്തിൻ്റെ പേരിലുള്ള ഈ കൊലപാതകങ്ങൾ മതി, മതത്തിൻ്റെ പേരിലുള്ള ഈ അധർമ്മങ്ങൾ മതി. ഇവിടെ ഗോഹത്യയ്ക്ക് പകരം നരഹത്യയല്ല വേണ്ടത് എന്ന് ഞാൻ ഈയിടെ എഴുതിയപ്പോൾ ആരൊക്കെയോ ചോദിച്ചു, അയ്യോ ഇങ്ങനെയൊക്കെ എഴുതാമോ? എഴുതാം, പിന്നെ എന്തിനാണ് ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത്? എഴുതാം. അത് ഗോഹത്യയ്ക്ക് മാത്രമല്ല, നരഹത്യയും പാടില്ല ഇവിടെ. അത് ഈ മതത്തിൻ്റെ പേരിലാണെങ്കിലും വിശ്വാസങ്ങളുടെ പേരിലാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലാണെങ്കിലും കൊടിയുടെ പേരിലാണെങ്കിലും ഒന്നിൻ്റെ പേരിലാണെങ്കിലും അക്രമം അനുവദിക്കുകയില്ല എന്നൊരു അതിശക്തമായൊരു നിലപാട് ഗവൺമെൻറ് എടുക്കുകയാണെങ്കിൽ, രാഷ്ട്രീയ കക്ഷികൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കുട്ടികളുടെ ചോര വീഴുകയില്ല. എനിക്കതേ പറയാനുള്ളൂ. ആരുടെ കൊടിയോ ആര് പിഴുതിയോ ആര് അത് മാറ്റി സ്വന്തം കൊടി അവിടെ കൊണ്ടുവന്ന് നാട്ടി, ഇതൊന്നും അല്ല ചോദ്യം. കുട്ടികൾ തമ്മിൽ തല്ലി ചാവുന്നു, ചെറിയ കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കുന്നു. അവർ സാക്ഷി പറയുമല്ലോ, എൻ്റെ മുത്തച്ഛനാണ് എന്നെ ഉപദ്രവിച്ചത്, അല്ലെ എൻ്റെ അച്ഛനാണ്, എൻ്റെ അധ്യാപകനാണ്, എൻ്റെ ഗുരുവാണ് എന്നൊക്കെ പറയുമല്ലോ. അതിൽ ഭേദം അപ്പോൾ അവരെ അങ്ങ് കെട്ടിത്തൂക്കുകയാണ്, തൂക്കിക്കൊല്ലുകയാണ്. ഞങ്ങളൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ എഴുതുന്നു. എന്ത് കാര്യം? ഞാൻ പ്രകൃതിയെപ്പറ്റി എഴുതി, സ്ത്രീ സുരക്ഷയെപ്പറ്റി എഴുതിയെന്നൊക്കെ നല്ല വാക്കുകളിൽ ഇവിടെ എല്ലാവരും സംസാരിക്കുകയുണ്ടായി. നന്ദി. പരാജയപ്പെട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ ജയിച്ചു എന്നും പറഞ്ഞു. പരാജയപ്പെട്ടു. 2 നേതാക്കന്മാരെ, ഉന്നതരായ നേതാക്കന്മാരെ, എനിക്ക് മനസ്സുകൊണ്ട് വളരെ വളരെ ഞാൻ പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെന്ന് കരുതുന്ന 2 നേതാക്കന്മാരെ ഇരുത്തിക്കൊണ്ട് പറയുകയാണ്, എല്ലാ യുദ്ധങ്ങളും പരാജയപ്പെടുന്ന യുദ്ധങ്ങളായി മാറുന്നു. 50 വർഷം പുറകോട്ട് നമ്മൾ പോയിരിക്കുന്നു. ഇന്ന് വർഗീയത അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു. ഇന്ന് മലപ്പുറത്ത് നിന്ന് 4-5 പേരെ എന്നെ കാണാൻ വന്നു. അധ്യാപകരാണ്. 4 പേർ മുസ്ലിങ്ങളാണ്. മനഃപൂർവ്വം ഞാൻ പേര് അങ്ങനെ പറയുകയാണ്, അല്ലെങ്കിൽ അധ്യാപകർ വന്നു എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞു നോക്കുമോ, 4 പേർ മുസ്ലിങ്ങളാണ്, ഒന്നൊരു ഹിന്ദു സ്ത്രീയാണ്. അവരവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു. കുട്ടികൾ തമ്മിലുള്ള അകൽച്ചയെപ്പറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞു, മലപ്പുറത്ത് മാത്രമല്ല, തിരുവനന്തപുരത്തെ കടപ്പുറങ്ങളിൽ ക്രിസ്ത്യാനി കുട്ടികളും മുസ്ലിം കുട്ടികളും ഒന്നിച്ച് കളിക്കുകയില്ല. മണലിൽ ആലോചിച്ചോളൂ, ആ കടൽപ്പുറത്തെ മണലിൽ മുക്കുവ കുട്ടികൾ, ക്രിസ്ത്യാനി കുട്ടികൾ വേറെ, മുസ്ലിം കുട്ടികൾ വേറെ, അങ്ങനെ കളിക്കുകയുള്ളൂ. എന്തെങ്കിലും മടലോ പന്തോ ഒക്കെ കൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ അവരിറങ്ങുന്ന വേറെ വേറെ കളിക്കൂ. മലപ്പുറത്തെ സ്കൂളുകളിൽ അകൽച്ച വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്ന് ഈ 4 മുസ്ലിം അധ്യാപകർ ഇടറുന്ന കണ്ഠത്തോടെയാണ് എന്നോട് പറഞ്ഞത്. പണ്ടത്തെ പോലൊന്നും അല്ല. ഇപ്പോൾ എല്ലാവർക്കും തമ്മിൽ അകൽച്ചയാണ്, വിദ്വേഷമാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വിദ്വേഷം. കയ്യേറ്റത്തിൻ്റെ പേരിൽ അത് ക്രിസ്ത്യാനികളെ അവരെ ഒറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു തരത്തിലുള്ള വിദ്വേഷം. ഇതെല്ലാം വർദ്ധിപ്പിക്കുകയാണ്. ഇതെല്ലാം മനഃപൂർവ്വമായി ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ വിടവുകൾ, ദ ഗ്രേറ്റ് ഡിവൈഡ് എന്ന് പറയും, അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ മുമ്പിൽ നിസ്സഹായരായി നമ്മൾ നിൽക്കുന്നു. ഇത് ജലത്തിൻ്റെ മന്ത്രിയാണ് എൻ്റെ അടുക്കലിരിക്കുന്ന ഇദ്ദേഹം. ഞാൻ ചോദിക്കുകയായിരുന്നു, പാർവതി പുത്തനാർ അവരിൽ എത്ര കോടി രൂപ കൊണ്ട് കലക്കി കഴിഞ്ഞ ഒരു 15, 18, 20 വർഷം കൊണ്ട്? ഓരോ വർഷവും ഞങ്ങളൊക്കെ ഇതൊക്കെ വായിക്കുന്നല്ലോ. എത്ര കോടി രൂപ പാർവതി പുത്തനാറിൽ കലക്കി? ഇന്നും 7, 8 പനിമരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തിരുവനന്തപുരത്തിരുന്നു കൊണ്ട് ഞങ്ങളൊക്കെ ലജ്ജിച്ചും ദുഃഖിച്ചും തല താഴ്ത്തുകയാണ്. പരിസ്ഥിതി സമരം, ഏത് സമരം ജയിച്ചു? സൈലൻറ്റ് വാലി ജയിച്ചു കാണും, ആറന്മുള ജയിച്ചു കാണും, പൂയംകുട്ടി, ഇങ്ങനെയുള്ള കൊച്ചു കുറേ സമരങ്ങൾ ജയിച്ചു, ശരി. പക്ഷേ പശ്ചിമഘട്ടം
കയ്യേറാനും കുരിശ് നാട്ടാനും ഇന്നും ധൈര്യപ്പെടുന്നു. വൻ പണക്കാർ പാവങ്ങളല്ല. ഗതിയില്ലാത്തവരെ പറ്റി, നിന്ദിതരെ പറ്റി, പീഡിതരെ പറ്റിയും ഒക്കെ ധാരാളം എഴുതി. ഞാൻ പറയുന്നു, ഇത് വൻ പണക്കാരാണ്, രാഷ്ട്രീയമായ സ്വാധീനമുള്ളവരാണ്, സമ്പത്തിൻ്റേതായ ഗുണ്ടാ സംഘങ്ങളുടേതായ ആ ഒരു മസിൽ പവർ, പൊളിറ്റിക്കൽ പവർ, റിലീജിയസ് പവർ, ഇതെല്ലാം ഉള്ളവരാണ്. പശ്ചിമഘട്ടം മുഴുവനും ഇങ്ങനെ കുറേശ്ശെ വെട്ടിപ്പിടിച്ച് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. തൊടാനൊക്കുന്നു, പേടിച്ച് നിൽക്കുകയല്ലേ. എന്തിന് പേടിച്ച് നിൽക്കുന്നു? ആരാണ് നിങ്ങളുടെ കൂടെ നിൽക്കാത്തത്? ഞങ്ങളെല്ലാവരും ഈ നാട്ടിലെ സത്യത്തെയും മര്യാദയെയും നിയമങ്ങളെയും വിശ്വസിക്കുന്ന എല്ലാവരും ഈ മന്ത്രിസഭയുടെ പിന്നിലുണ്ടാവും. വളരെ ധൈര്യത്തോടെ അനീതികൾക്കെതിരായി നിങ്ങൾ പോരാടും എന്നുള്ള വിശ്വാസത്തോടെയാണ് ഞങ്ങൾ വോട്ട് തന്ന് നിങ്ങളെ എല്ലാവരെയും കസേരകളിൽ ഇരുത്തിയത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാടുകൾ തിരിച്ചു വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ പുഴകൾ തിരിച്ചു വേണം, ഞങ്ങളുടെ മലകൾ തിരിച്ചു വേണം, ഞങ്ങളുടെ വയലുകൾ തിരിച്ചു വേണം. ഇതെല്ലാം തിരിച്ചു പിടിച്ചു തരേണ്ടത് നിങ്ങളാണ്. പുറകെ ഞങ്ങളെപ്പോലുള്ളവർ, ഞാൻ എൻ്റെ കാര്യമല്ല പറയുന്നത്, ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അത് രാഷ്ട്രീയ പാർട്ടികളെ പറ്റി അവരുടെ മുഖത്ത് നോക്കണ്ട, മതങ്ങളുടെ മുഖത്തൊട്ടും നോക്കണ്ടാത്ത വിധത്തിൽ അവരൊക്കെ അകന്നകന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. സൂര്യനിൽ നിന്ന് അകന്ന് പോകുന്ന ഒരു ഗോളത്തെ പോലെ അന്ധകാരം വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു, വെറുപ്പ് വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ രംഗത്തും അഭിമാനിക്കാൻ വലുതായൊന്നും കാണുന്നില്ല. വ്യസനമുണ്ട് ഇങ്ങനെ പറയേണ്ടി വന്നത്. ദൈവത്തിൻ്റെ ഭാഷയിൽ തന്നെ ഞങ്ങൾ പറയുകയാണ്, എല്ലാത്തിനെയും വെറുപ്പിച്ചു കളയരുത്. എല്ലാറ്റിനെയും വെറുത്തു പോകുന്നു. കുഞ്ഞുങ്ങളെ കൊല്ലുന്ന നാട്, ചെറിയ കുട്ടികൾ കഞ്ചാവ് വലിച്ചുകൊണ്ട് ക്ലാസ്സിൽ വന്നിരിക്കുന്ന നാട്. മുമ്പിതില്ലായിരുന്നല്ലോ. ആരെങ്കിലും പ്രായമായ ഒരു മുതുമുത്തച്ഛന്മാരോ സന്യാസിമാരോ ഒക്കെ കഞ്ചാവ് വലിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. കുട്ടികൾ 13 വയസ്സുകാർ 12 വയസ്സുകാർ കഞ്ചാവ് വലിച്ചും മദ്യപിച്ചും ക്ലാസ്സിൽ വരുന്ന കാലം. എന്താണ് ചെയ്യേണ്ടത്? കേശവദേവിനെ പോലെ ഒരാളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇടിവെട്ടുന്ന ശബ്ദത്തിൽ ഇതിനൊക്കെ എതിരായി ഗർജിക്കുമായിരുന്നു. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ചു തരേണ്ടത് ഇവിടുത്തെ കരുത്തരായ രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതലയാണ്. ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്തേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. ഇവിടുത്തെ അഴിമതി തുടച്ചു മാറ്റേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. നിങ്ങൾ ഏറ്റവും ധൈര്യത്തോടെ ആ ഒരു വിശ്വാസത്തോടെ, ജനങ്ങളിലുള്ള വിശ്വാസത്തോടെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരുത്തരും അതിനെ എതിർക്കുകയില്ല. ഒരു കുരിശും ഒരു ദൈവീ വിഗ്രഹവും ഒരു ശൂലവും ഒരു ശിലയും ഒന്നും പവിത്രമല്ല. എൻ്റെ സ്ഥാനം മാറ്റി കൊള്ള മുതലിൻ്റെ മുകളിൽ വയ്ക്കുകയാണെങ്കിൽ ഒന്നും പവിത്രമല്ല. അത് പിശാചിൻ്റേതാണ്. അതിനെ തകർക്കാൻ ഉള്ള ഇച്ഛാശക്തി എന്തുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിന് വേണ്ടത്ര ഉണ്ടാകുന്നില്ല? ഉണ്ടാകുമായിരുന്നല്ലോ. ഇതൊക്കെ കണ്ട് പെട്ടെന്ന് അഭിമാനിച്ചവരാണ് ഞങ്ങൾ. ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കരുത്. ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ അപേക്ഷയാണ്. മുറിവേൽപ്പിക്കരുത്. നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കി ഇവരൊക്കെയാണ് വരുന്നത്, ഇന്ന കാര്യങ്ങൾ ഇനി നടക്കും, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നടക്കും എന്ന് ആശിച്ചവരാണ് ഞങ്ങൾ. കേശവദേവ് എന്ന എഴുത്തുകാരനെ പറ്റി അധികമൊന്നും പറയാനാവുന്നില്ല. അദ്ദേഹം പറയുമായിരുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം അന്ന് തന്നെ ഈ ഹിന്ദു മുസ്ലിം ആ വിടവിനെ പറ്റിയും അന്ന് വീണ ചോരയെപ്പറ്റിയും അദ്ദേഹം അന്ന് തന്നെ എഴുതി, മുന്നോട്ട് കണ്ടെഴുതി. അതിലൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ഇന്ത്യ വിഭജനമുണ്ടായത്. ആ കട രണ്ടായിട്ട് വിഭജിച്ച് ഇത് രണ്ടും കൂടി ഒന്നാക്കണം എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യയെ വെട്ടിമുറിക്കാൻ നമുക്ക് സാധിച്ചു. മതത്തിൻ്റെ പേരിൽ ഇന്നും നമ്മുടെ ഹൃദയങ്ങളെ വെട്ടിമുറിച്ചുകൊണ്ടേയിരിക്കുന്നു. മതത്തിൻ്റെ പേരിൽ, പാർട്ടികളുടെ പേരിൽ, വിശ്വാസങ്ങളുടെ പേരിൽ, വൻ പണത്തിൻ്റെ പേരിൽ, അഹങ്കാരത്തിൻ്റെ പേരിൽ. ഇവിടെ നടിയെ പീഡിപ്പിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല ചോദ്യം. ഇതിനൊക്കെ ധൈര്യമുണ്ടാകുന്നത് എങ്ങനെ? കൊച്ചു കുഞ്ഞുങ്ങളെ കൊന്നു കെട്ടിത്തൂക്കാൻ ധൈര്യമുണ്ടാകുന്നത് എങ്ങനെ? ഈ കേരളത്തിൽ, ഈ പ്രബുദ്ധമായ ഈ കേരളത്തിൽ ചെറിയ ചെറിയ പെൺകുട്ടികളെ കൊന്നു കെട്ടിത്തൂക്കാൻ ധൈര്യമുണ്ടാകുന്ന കുടുംബക്കാർ, സ്വന്തം വീട്ടിനകത്ത് നിന്ന് രക്ഷിതാക്കൾ, അധ്യാപകന്മാർ, സന്യാസിമാർ, വൈദികന്മാർ
ഇവർക്കൊക്കെ ഇതിനൊക്കെ ധൈര്യമുണ്ടാകുന്നത് എങ്ങനെയാണ്? ഞങ്ങളുടെ ഒരു ചെറിയ അനുഭവം കൂടി ഞാൻ പറയട്ടെ. മനസ്സിൻ്റെ വേദന കൊണ്ട്, കഠിനമായ നിരാശത കൊണ്ട് പറയുക. ഞങ്ങളോടൊപ്പം ഒരു കാലത്ത് 11 വർഷം, ഏതാണ്ട് 11 വർഷം മുമ്പ് 6 വയസ്സ്, 9 വയസ്സ്, 11 വയസ്സ് എന്നൊക്കെ പ്രായമുള്ള 2-3 കുട്ടികൾ വന്നു. 3 പേരും പീഡിപ്പിക്കപ്പെട്ടവർ. ഏതാണ്ട് 11 വർഷമായിരിക്കുന്നു. അന്ന് തന്നെ അവരുടെയൊക്കെ മൊഴിയെടുക്കുകയും കോടതിയിലേക്ക് അയക്കുകയും ഒക്കെ ചെയ്തു. കേസെടുത്തു എന്നൊക്കെ കേട്ടു. ആരാണ് ചെയ്തതെന്നും എന്തൊക്കെയാണ് ചെയ്തതെന്നും എല്ലാം രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. എല്ലാം ഇപ്പോൾ തന്നെ കോടതിയിൽ കൊടുത്തു. 11 വർഷം കഴിഞ്ഞ് അതിലൊരു കുട്ടി വിവാഹിതയായി പോയി കഴിഞ്ഞു. മറ്റൊരു കുട്ടി ആന്ധ്രയിലേക്ക് പോയി കഴിഞ്ഞു. വേറൊരു കുട്ടി പഠിക്കുകയാണ് മുതിർന്ന ക്ലാസ്സിൽ. ഇപ്പോൾ വിളിച്ചിരിക്കുന്നു കേസ്. ഇതൊന്നും പത്രക്കാർ എഴുതരുതെന്നും കൂടെ എനിക്ക് അപേക്ഷയുണ്ട്. നാളെ കോടതി ലക്ഷ്യത്തിന് എനിക്ക് പ്രായം ഒരുപാടുണ്ട്. എനിക്ക് ജയിലിൽ പോയി കിടക്കാൻ ആരോഗ്യമില്ല. ഇപ്പോൾ വിളിച്ചിരിക്കുന്നു. 10 വർഷം കഴിഞ്ഞു. 7 വയസ്സുകാരി പറയണം. പ്രതിഭാഗം വക്കീൽ 1-1.5 മണിക്കൂറും ചോദ്യം ചെയ്യുകയാണ് 7 വയസ്സായ കുഞ്ഞിനോട് അവൾ അനുഭവിച്ച അവമാനത്തെപ്പറ്റി. അവമാനം എന്തെന്ന് അറിഞ്ഞുകൂടാത്ത പ്രായത്തിൽ, നോവിച്ചുവെന്ന് മാത്രം പറയാൻ അറിയാവുന്ന പ്രായത്തിൽപ്പെട്ട കുട്ടിയോട് ഇന്നും 1-1.5-2 മണിക്കൂർ പ്രതിഭാഗം വക്കീലിൻ്റെ ആ രൂക്ഷമായ ഭാഷയിൽ, വക്രമായ ഭാഷയിൽ ഈ കുഞ്ഞുങ്ങളെ, അന്നത്തെ കുഞ്ഞുങ്ങളെപ്പോൾ യുവതികളാണ്, അവരോട് ചോദിക്കുകയാണ് 10 വർഷം മുമ്പ് എന്ത് നടന്നു. ഓരോ ചെറിയ ഡീറ്റെയിൽസും നമുക്ക് അഭിമാനിക്കാൻ വലുതായിട്ട് വല്ലതും ഉണ്ടോ? എനിക്കിപ്പോൾ ഓരോ യോഗത്തിനും ഇതേ പറയാനുള്ളൂ. എന്താ മലയാളിക്ക് അഭിമാനിക്കാനുള്ളത്? മലയാളം എവിടെ എത്തി നിൽക്കുന്നു? പ്രകൃതി എവിടെ നിൽക്കുന്നു? നമ്മുടെ കുടിവെള്ളം ശുദ്ധമാണോ? നമ്മൾ കഴിക്കുന്ന അന്നം ശുദ്ധമാണോ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഒരു വാഴപ്പഴമെങ്കിലും വിഷം തീണ്ടാത്തതായിട്ടുണ്ടോ? നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ KSRTC, നമ്മുടെ റോഡുകൾ, ഇതൊക്കെ കാണുമ്പോൾ എന്താണ് കേരളത്തിന് എന്തു പറ്റി എന്ന് മനസ്സ് ചോദിച്ചു പോവുകയാണ്. സഹായിക്കണം. നിങ്ങളുടെ കൈകൾക്ക് കൂടുതൽ കരുത്തുണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേരളം മുഴുവനും പ്രാർത്ഥിക്കുന്നു. നിങ്ങളോടൊപ്പം ഞങ്ങളെല്ലാവരുമുണ്ട്. ഈ രാജ്യം മുഴുവനുമുണ്ട്. അതിശക്തമായ നടപടികൾ നിങ്ങളെടുക്കാത്ത പക്ഷം മറ്റാരും എടുക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു പാർട്ടിയും എടുക്കാൻ ധൈര്യപ്പെടാത്ത വിധത്തിൽ അതിശക്തമായ നടപടികൾ എടുക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം. ഇല്ലെങ്കിൽ കാലം മാപ്പ് തരില്ല. ഞങ്ങളെ ചതിച്ചു എന്ന് ഞങ്ങളെക്കൊണ്ട് പറയിപ്പിക്കരുത്. അതുകൊണ്ട് ഞങ്ങളുടെ കാടുകൾ, ഞങ്ങളുടെ മണ്ണ്, ഞങ്ങളുടെ ഭക്ഷണം, ഞങ്ങളുടെ വെള്ളം, ഇവയെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു തരണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വം നൽകണം. ഇതിനൊക്കെ പൂർണ്ണമായി അങ്ങ് സാധിക്കും. ദൈവികമായ ശക്തികൾ നിങ്ങൾക്കുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പരമാവധി കഷ്ടപ്പെട്ട് ശ്രമിക്കുക. ഈ നാട് നന്നാവണം. കേശവദേവിൻ്റെ ജീവിതം അതിനുവേണ്ടി അദ്ദേഹം ത്യജിച്ച ആളാണ്. അതിനുവേണ്ടി ഉപയോഗിച്ച ആളാണ്. അതിനുവേണ്ടി എരിച്ചു കളഞ്ഞ ആളാണ്. അദ്ദേഹത്തെ ഞാൻ ഓർമ്മിക്കുന്നു. അദ്ദേഹത്തെ നമസ്കരിക്കുന്നു, നന്ദി പറയുന്നു. ഈ ഒരു അവാർഡ് ആ മഹാപുരുഷൻ്റെ പേരിൽ എൻ്റെ എളിയ കൈകളിൽ വെച്ച് തന്ന ജ്യോതിദേവിനോടും സീതാലക്ഷ്മിയോടും സുനിതയോടും പ്രിയപ്പെട്ട ഓണക്കൂറിനോടും എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയംഗമമായ നന്ദി വിനയപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. നമസ്കാരം.